SFI സംസ്ഥാന സെക്രട്ടറി PS സഞ്ജീവ് നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ സഞ്ജീവ്, ഇപ്പൊ ഈ വാർത്ത അറിഞ്ഞു കാണുമെന്ന് കരുതുന്നു. ഇപ്പൊ ഇതിലെന്താണ് പ്രതികരണം? ഇപ്പൊ രജിസ്ട്രാർ ചെയ്തത് ദൈനംദിന കാര്യങ്ങളിൽ അദ്ദേഹത്തിനുള്ള ഒരു അത് അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്തമാണ്. അപ്പൊ അവിടെ ഒരു പ്രശ്നം നടക്കുന്നു. അതിൽ ശ്രീ പത്മനാഭ സേവാ സംഘ അവരുമായിട്ടാണ് ഈ ഡീലുണ്ടായിരുന്നത്. വലിയ പ്രശ്നമാകുന്നു എന്ന് കണ്ടപ്പോൾ അനുമതി നിഷേധിക്കുന്നു. അതാണ് സംഭവിച്ചത്. പക്ഷേ ഇപ്പോൾ അദ്ദേഹത്തിനെതിരെ VC തന്നെ നടപടിയെടുക്കുന്ന ഒരു സാഹചര്യം. എന്താണ് ഇക്കാര്യത്തിൽ പറയാനുള്ളത്? ഇത് പറയാനുള്ളത് അങ്ങേയറ്റം നീതിരഹിതമായിട്ടുള്ളതും തെറ്റായ നിലയിലും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന രാജ്ഭവനും അതിന് കുഴലൂതുന്ന കേരള സർവകലാശാലയുടെ VC കൂടിയായിട്ടുള്ള മോഹൻ കുന്നുമ്മലിന്റെ അവസാനത്തെ തെറ്റായ ഇടപെടലിന്റെ ഉദാഹരണമാണ്. ഒരു കാരണവശാലും ഭരണഘടനാപരമായോ അല്ലെങ്കിൽ നിയമപരമായോ ഉള്ള നടപടിയല്ല ഇത്. തീർച്ചയായും അത് ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ്. ശക്തമായ പ്രതിഷേധം അതിന്റെ ഭാഗമായി ഉയർന്നു വരേണ്ട കാര്യം കൂടിയാണ്. മുഴുവൻ ജനാധിപത്യ വിശ്വാസികളും മനസ്സിലാക്കുന്നത് ഗവർണർ ഇന്നിപ്പോ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു പരമാധികാരിയെ പോലെയാണ്. അത് തെറ്റായ ഇടപെടൽ ശൈലിയും രീതിയുമാണ്. അതിനെ ആ നിലയിൽ ചോദ്യം ചെയ്ത് കേരള സർവകലാശാല എന്ന് മാത്രമല്ല കേരളത്തിലെമ്പാടും ഇത്തരത്തിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഈ സർവകലാശാലകളെ കാവ്യവൽക്കരിക്കാനുള്ള ഈ നയങ്ങൾക്കെതിരെ ഇടപെടലുകൾക്കെതിരെ ശക്തമായ പ്രതിഷേധം ഉണരും. അതിന്റെ ഈ രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്ത് ഏതെങ്കിലും വിധത്തിൽ ഒരു ഭയപ്പെടുത്തി കീഴ്പ്പെടുത്താമെന്നുള്ള നിലപാടാണെങ്കിൽ ശക്തമായി അതിനെ പ്രതിരോധിച്ചു പോവുക തന്നെ വേണ്ടത് എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത്. ഈ വിഷയത്തിൽ വലിയ പ്രതിഷേധത്തിലേക്ക് കടക്കും SFI. ഞങ്ങൾ പ്രതിഷേധത്തിൽ തന്നെയാണല്ലോ. കേരളത്തിലെ സർവകലാശാല ഞങ്ങൾ ഇനി പ്രത്യേകിച്ച് അതിൽ കൂടുതലായി എൻഗേജ് ചെയ്യാനില്ല. അതിനപ്പുറത്തേക്ക് ആ നിലപാടിൽ നിന്ന് അദ്ദേഹം പുറകോട്ട് പോയില്ല എങ്കിൽ ശക്തമായ പ്രതിഷേധം ഇനിയും കൂടുതലായി കാണേണ്ടി വരും. വേലിയേറ്റം ഉണ്ടാവും. പ്രതിഷേധത്തിന്റെ വേലിയേറ്റം ഉണ്ടാവും. ശരി, നന്ദി ശ്രീ PS സഞ്ജീവ്. SFI വലിയ പ്രതിഷേധം, അത് അവർ ഇതുവരെയുള്ള ഈ സർവകലാശാലകളിലെ വിഷയങ്ങളിലുള്ള പ്രതിഷേധം അത് കൂടുതൽ ശക്തിപ്പെടുത്താനുള്ള തീരുമാനത്തിലാണ് ഇപ്പോഴുള്ളത്. ഭാരതാംബ വിവാദത്തിൽ രജിസ്ട്രാർ ഡോക്ടർ KS അനിൽകുമാറിന് സസ്പെൻഷൻ എന്നുള്ള വാർത്തയാണ് ഈ മണിക്കൂറുകളിൽ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. വൈസ് ചാൻസലറുടേതാണ് ഈ തീരുമാനം. ഉമേഷ് ബാലകൃഷ്ണനും R ശ്രീജിത്തും ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നമുക്ക് നൽകുന്നുണ്ട്. കൂടുതൽ ഈ റിപ്പോർട്ടിലേക്ക് നമ്മൾ തിരികെ എത്തും ഇടവേളയ്ക്ക് ശേഷം.